സ്വാധീനരും പണ്ഡിതരുമായ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരു ഒഴിവ് ദിവസം ഉച്ചതിരിഞ്ഞ നേരത്ത് ഒരു ചെറിയ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനടക്കം നന്നായി സുഖനിദ്ര പ്രാപിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് 63 വയസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയൊന്നും ആവാത്തവരത്തിൻ്റെ ഉള്ളിൽ വളരെ ചെറുപ്പക്കാരുണ്ട്. എങ്കിലും ഇല്ലേ, പൊതുവെയൊക്കെ ഇനിയൊന്നും ഉറങ്ങേണ്ട സമയമായിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഉറങ്ങേണ്ട സമയമായ ആ സമയമാണ്. എങ്കിലും ഇത്രയും പേര് 100 പേരോളം ഈ ഉച്ച നേരത്ത് തന്നെ ഇവിടെ വന്നു ചേർന്നെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും സമാനമായ ഒരു ഭ്രാന്തുണ്ട് എന്നുള്ളതാണ്. പൊതുവെ സമൂഹത്തിലെ വട്ടന്മാരാണ് നമുക്ക് ആവശ്യമുള്ളത്. ബോധമുള്ളവരെ കാര്യമായിട്ടൊന്നും സംസാരിക്കാറില്ല. സംസാരിക്കുന്നതൊന്നും അർത്ഥമുള്ളതുമല്ല, അതിലൊന്നും മനസ്സിലാക്കേണ്ടതുമില്ല. അതുകൊണ്ടാണ് ഷോൺ ബോദ്രിയാർ എന്ന് പറയുന്ന ചിന്തകൻ, ഫ്രാൻസിലെ ഉത്തരാധുനിക ചിന്തകൻ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് നത്തിങ് ടു അണ്ടർസ്റ്റാൻഡ്. ഒന്നും ഇവിടെ മനസ്സിലാക്കാനില്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ആർക്കോ വേണ്ടി നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ, ഈ പ്രായമുള്ള ആളുകൾ, ജസ്റ്റിസൊക്കെ അല്ലെ, എന്താ സ്ഥിതി? പാവം രണ്ടാമത്തെ സെഷന്റെ ആളാണ്. പക്ഷെ തെറ്റിപ്പിടിച്ച് വന്നാന്ന് എനിക്ക് പറയാം. അതോ അറിഞ്ഞുകൊണ്ട് വന്നാണെന്ന് അറിഞ്ഞൂടാ. ഷംസുദ്ദീൻ ജസ്റ്റിസൊക്കെ നേരത്തെ വന്നിരിക്കുകയാണ്. ഈ കരിനിയമങ്ങൾ ഇന്നിങ്ങനെ പ്രബലപ്പെടുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ ഭാരതീയ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഫെഡറലിസത്തിന് പറ്റിയിട്ടുള്ള ചില ആഴമായ പ്രശ്നങ്ങളാണെന്നും അതുപോലെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ന് നമ്മുടെ ഭാരതീയ പൗരന്മാരെ വാർത്തെടുക്കുന്നതും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഉദ്ഘാടക പ്രസംഗകൻ ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിൽ ചില അനുഭവങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ സംഘപരിവാർ സംഘടനകളെ കുറിച്ച് ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയ ഒരു ഇടവന്ന ഒരാളെന്ന രീതിയിലും അതിനെ തുടർന്ന് കുറച്ചൊക്കെ ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന രീതിയിലും ഈ കരിനിയമങ്ങൾ പുറപ്പെടുവിക്കുന്ന നമ്മുടെ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റിന്റെ ചാലക ശക്തിയായിട്ട് വർക്ക് ചെയ്യുന്ന ഈ സംഘപരിവാർ RSS പ്രസ്ഥാനങ്ങളുടെ ആ കാരണവരുടെ കീഴിലുള്ള 10-60ഓളം വരുന്ന പോഷക സംഘടനകളുടെ അവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നു, എന്തുകൊണ്ട് ഉറങ്ങുന്നവർ നമ്മൾ ഉണരേണ്ട കാലം തന്നെയാണ് എന്ന് ഉള്ളൊരു ചെറിയ പ്രമേയം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ ലളിതമാണ്. ഭയത്തിൽ നിന്ന് പിറവി കൊള്ളുകയും ഭയം വിതച്ച് ഭയം കൊയ്ത് ഭയപ്പെടുത്തി ഭാരതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇതിൽ നിന്ന് അപ്പുറമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. പക്ഷേ ആ ഭയം അല്പമെങ്കിലും ഏറ്റവരാണ് നമ്മൾ. ബാക്കിയുള്ളവർക്ക് ഒരു ഭയവും. കാരണം അവർക്ക് ഇവിടെ ഒന്നും മനസ്സിലാക്കാനില്ല. അത് വളരെ ഒരു ഉപഭോഗ സംസ്കൃതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ മലയാളികൾ. ഞാൻ ഈ ചെറിയ പ്രമേയം മാത്രം പറയുകയാണ്. ഞാൻ 1993 വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ ഓടി നടന്ന് ഈ വിഷയം പഠിക്കാൻ ഇടവന്നത്. ഒരു കത്തനാരായ എന്നെ പോലുള്ള ഒരാള് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ ചരിത്രം പറയേണ്ട ഒരു അവസരമല്ല ഇത്. എങ്കിലും ഞാനത് ഇന്ത്യയിലായിരുന്നു ആ അവസരത്തിലെങ്കിലും ഇങ്ങനെ ഒരു പഠനം നടത്താൻ എനിക്ക് സാധിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ ഫ്രാൻസിലെ സോർബോൺ സർവകലാശാലയിലാണ് പഠിച്ചത്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു പ്രശ്നം ഇതാണ്: സായിപ്പിന് എന്തറിയാം ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച്? പക്ഷെ ഒരുപക്ഷെ ഭാരതീയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച്, BJPയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ ലെവൽ മുതൽ തീസിസുകൾ എഴുതി, ഹിന്ദി പഠിച്ച്, സാൻസ്ക്രിറ്റ് പഠിച്ച് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ക്രിസ്റ്റോഫ് ഷഫർലോ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകനാണ്, പൊളിറ്റീഷ്യനാണ്, പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ് എൻ്റെ തീസിസ് ഗൈഡ് ചെയ്തത്. അദ്ദേഹത്തോട് പറഞ്ഞു, ഫാദർ ഈ ഉടുപ്പും അച്ഛനുമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പോയ ഫാദറിന് ഒരു കണയും കിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹം ഫ്രഞ്ചിലാണ് പറയണ്ട. ഫ്രഞ്ചിൽ കണ എന്ന് പറഞ്ഞൊരു വാക്കൊന്നുമില്ല, തൃശ്ശൂർക്കാരുടെ ഒരു വാക്കാണ്.
ഞാൻ ഗുരുവായൂർ ചിറ്റാട്ടക്കാരനായതുകൊണ്ട് അങ്ങനത്തെ ഈ അഡ്വക്കേറ്റ് പറഞ്ഞ പോലത്തെ സ്വാർത്ഥികമായ മലയാളമൊന്നുമല്ല ഞാൻ ഇന്ന് കൂടെ പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു മലയാളം കേൾക്കാൻ പറ്റിയ ഒരു ഓഡിയൻസും അല്ല. ഓഡിയൻസ് അങ്ങനത്തെയാണ്, പക്ഷെ സമയം അതല്ല. അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതൊരു വെല്ലുവിളിയാണ്. പക്ഷെ ഞാൻ വളരെ ഒരുങ്ങിയാണ് വന്നത്. കുണ്ടൂളം പിതാവിന്റെ ഒരു ലെറ്റർ, റെക്കമെൻഡേഷൻ ലെറ്റർ, ഇതെന്റെ രൂപതയിൽപ്പെട്ട വൈദികനാണ്, അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാനുള്ള സജ്ജീകരണങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുണ്ടൂളം പിതാവിന് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഒരാൾ പഠിക്കാൻ പോയിട്ട് എന്തോ പഠിച്ച് തിരിച്ചു വരും, വന്നാൽ നല്ലത്, വരണം എന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇതിനൊരു ലെറ്റർ എഴുതി തന്നു. ഈ സാഹിബ് എനിക്ക് സോർബോൺ സർവകലാശാലയിലത്തെ ഒരു ലെറ്റർ തന്നു. ഇതിലൊന്നും പ്രത്യേകിച്ച് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ഡൽഹിയിൽ വന്നു, വർക്ക് തുടങ്ങി. അവിടെ വന്ന് വർക്ക് തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഒരു പ്രീ ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് ഒരു ഗവേഷണ പ്രബന്ധം 150 പേജിന്റെ എഴുതി സോർബോൺ സർവകലാശാലയിൽ സ്ഥാപിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ ഡോക്ടറേറ്റ് തുടങ്ങാൻ അനുവാദം തന്നത്. അപ്പോൾ അങ്ങനെ അതിൽ എനിക്ക് KR മൽക്കനിയെ കുറിച്ച് പരിചയമുണ്ട്. എഴുത്തുകാരൻ, അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് അദ്ദേഹം ഗവർണറൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റേറ്റില്. അപ്പോൾ KR മൽക്കനിനെ ആദ്യം ഇന്റർവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ ഞാൻ അവിടെ ചെന്ന അവസരത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ പേരിൽ അഡ്വാനി ജയിലിലാണ്. അഡ്വാനി എന്നൊക്കെ പറയും, അഡ്വാനിജി എന്ന് പറയണം ഞാൻ വേണമെങ്കിൽ. നിങ്ങൾ RSSകാരല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിൽ എത്ര RSS ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കുഴപ്പമില്ല. എനിക്ക് 61 വയസ്സായി. നമ്മൾ എപ്പോൾ വേണമെങ്കിലും റെഡിയാണ് ചാവാനായിട്ട്. ചാവുകയാണെങ്കിൽ ഒരു പ്രതിമ നമ്മുടെ പേരിൽ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ എനിക്ക് ഉള്ളൂ. പിന്നെ അത് പണിയുമ്പോൾ കറുത്ത പ്രതിമ പണിയുമ്പോൾ, കാരണം ഈ വെളുത്തതായാൽ പിന്നെ അത് മാറി കാക്ക കൂടുമ്പോൾ അത് കളർ മാറാനായിട്ട് സാധിക്കും. എന്റെ കളറിന് ചേരുന്ന ഒരു അയ്യങ്കാളിയുടെ ചിത്രം വേണം നിങ്ങൾ പിടിക്കാനായിട്ട്. അപ്പോൾ അവിടെ മൽക്കണിയിൽ കിട്ടാൻ വേണ്ടി എന്താ വഴി എന്ന് വിചാരിച്ച് ഞാൻ BJPയുടെ കേന്ദ്ര ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റേച്ചൽ മത്തായി എന്ന് പറയുന്ന ഒരു സ്ത്രീ ട്രിവാൻഡ്രത്ത് നിന്ന് അവരുടെ ബോഡിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ മെല്ലെ കണ്ടു. ക്രിസ്ത്യാനി ബന്ധമുണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഉൾപ്പെടാണ്ട് പോയി പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഒരു ഇന്റർവ്യൂ ആദ്യം പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇന്റർവ്യൂ മേടിക്കണം വലിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വഴിയിൽ പോകുമ്പോൾ സ്ട്രാറ്റജിക്കലായിട്ട് സാറുടെ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു വഴിയായിട്ട് എടുക്കുക. ആളിവിടുന്ന് KR മൽക്കനിനെ അറേഞ്ച് ചെയ്ത് തരാം. അങ്ങനെ KR മൽക്കനിനെ പോയി കണ്ടു. ഞാൻ ഒരു ഇംഗ്ലീഷിൽ ഒരു നടത്തി. അദ്ദേഹത്തിന് വളരെ ഇംപ്രസ്ഡ് ആയി എന്നെ കുറിച്ച്. ഇങ്ങനെ ഒരു മനുഷ്യൻ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ പേര് കുണ്ടുകുളങ്ങര ദയാനന്ദദാസൻ എന്ന പേര്. ഞാൻ അവസരത്തിൽ ഒരു ഭാരതീയവൽക്കരണത്തിന്റെ വലിയൊരു ദാതാവാണ് ഞാൻ. വാസ്തവത്തിൽ ഭാരതത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. RSSകാരോട് പറഞ്ഞിട്ട്, നിങ്ങള് ഈ ഗോൾവൽക്കർ എഴുതിയ വിചാരധാരയിലെ ആ 3 അധ്യായങ്ങൾ മാറ്റുവാണെങ്കിൽ ഞാൻ പ്രൊഫസറിട്ട് നിങ്ങളുടെ കൂടെ വരാൻ റെഡിയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് തടസ്സമുള്ളൂ. ഇത്രയും ആത്മാർപ്പണമുള്ള മനുഷ്യർ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും അച്ചടക്കവും അടുക്കും കിട്ടിയും ടൈമിൽ എത്തുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മളൊക്കെ പങ്ക്ച്വാലിറ്റി 2:30 സാധനം 3 മണിക്ക് നമ്മൾ തുടങ്ങിയത്. ഞാൻ അവരുടെ ഒരു ശാഖ സന്ദർശിക്കാൻ ഞാൻ പെട്ടെന്നൊന്ന് ഓവർലാപ്പ് ചെയ്യാണ്. എനിക്ക് കൺട്രോൾ ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻ നമുക്ക് അദ്ദേഹത്തിനൊരു സ്വാഗതം കൊടുക്കാം. ഒരു കയ്യടിച്ച് ആരാനും പറയാനറിഞ്ഞൂടാ. പ്രൊഫസർ K. അരവിന്ദാക്ഷൻ സാറാണ്. ഞാനിങ്ങനെ പലയിടത്തും കണ്ടിട്ടുള്ളൂ. ഇനി വലിയ സ്വാഗത പ്രസംഗം പറയണോ അതോ ഇത്രയും പറഞ്ഞാൽ മതിയോ? സാറിനെ സ്വാഗതം. അങ്ങനെ KR മൽക്കനി സാറിനെ കണ്ടു. അതിനുശേഷം ഞാൻ അന്ന് സുഭാവ് താക്കറെ, അദ്ദേഹമാണ് BJPയുടെ വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് ജയിലിലാണ്. അദ്ദേഹത്തിന്റെ ഹിന്ദി എനിക്കറിയാൻ പാടില്ല. ധന്യവാദം എന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. തുമാരാ നാം ക്യാഹേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മേരാ നാം ക്യാഹേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരു അറിവാണ് 10ാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഹിന്ദി അറിയാത്തത് വലിയൊരു ഉപദ്രവമായി. കാരണം ഹിന്ദി അറിഞ്ഞെങ്കിൽ ഞാൻ എല്ലാത്തിനും ഉത്തരം പറയണമായിരുന്നു വടക്കേ ഇന്ത്യയിൽ. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ കയ്യാങ്കളിയൊക്കെയാണ് ഇങ്ങനെ കാണിക്കുള്ളൂ. അപ്പൊ അദ്ദേഹം എനിക്ക് മനസ്സിലായി KR മൽക്കനിയുടെ ലെറ്റർ കൊണ്ട് ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ലൈബ്രറി കയറാൻ നോക്കിയിട്ട് നടന്നില്ല. അദ്ദേഹം BJP ആണ്. എനിക്ക് മനസ്സിലായി RSSന്റെ നല്ല ആളുകളെ കിട്ടും, പ്രജാകളെ കിട്ടും. അങ്ങനെയാണ് ഞാൻ
ഉദ്ധവ് താക്കറെ BJPയുടെ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും BJPയുടെ പ്രധാന സ്ഥാനത്തിരിക്കുന്നവരെല്ലാം പ്രചാരകന്മാരാണല്ലോ RSS. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹം എനിക്ക് ഹിന്ദിയിൽ ഒരു ലെറ്റർ എഴുതി തന്നു. ഇതൊരു പണ്ഡിതനാണ്, ഇദ്ദേഹത്തിന് എനിക്കന്ന് 30 വയസ്സേ ഉള്ളൂ, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടാവില്ല, ലെറ്ററിന്റെ വെളിച്ചത്തിലാണ് അത് കാണിച്ചു. ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഞാൻ ദീനദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ RSSന്റെ ഇതിലൊക്കെ പോയി പുസ്തകങ്ങളൊക്കെ മേടിച്ചു. പക്ഷെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്, കാരണം അവരെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നു. ഒരുപാട് ഞാൻ അങ്ങനത്തെ വിശേഷങ്ങളിലേക്കും ഉണ്ടായ അനുഭവങ്ങളിലേക്കും ജീവൻപ്പെട്ട അനുഭവങ്ങളിലേക്കും ഒന്നും ഞാൻ കൂടെ കിടക്കുന്നില്ല. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താ, ഞാൻ പറഞ്ഞ പ്രമേയത്തിലേക്ക് വരികയാണ്. ഞാനത് കഴിഞ്ഞ് ഭോപ്പാലിൽ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നീട് ഭോപ്പാലിൽ വന്നു. ഭോപ്പാലിൽ വന്നപ്പോൾ ഭോപ്പാലിനടുത്ത് ഒരു സബർബില് ഒരു 1000-ഓളം സംഘ RSSന്റെ പരിശീലനം ലഭിച്ചിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒത്തുകൂടിയിട്ടുള്ള അവരുടെ സ്റ്റേറ്റ് ക്യാമ്പ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒരു എൻട്രി സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു 6 മണിക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ കൃത്യം 6 മണിക്ക് ചെന്നപ്പോൾ അവർ വളരെ മനസ്സിലായി. 6 മണിക്ക് ഒരാൾ കൊണ്ടുപോകാൻ വന്നു ഈ അവിടെ ഇതിൽപ്പെട്ടത്. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സിലൊന്നും അല്ലാട്ടാ, നമുക്കറിയാലോ, അങ്ങനെ ഉദ്ദേശിച്ച് നടക്കൂല. കാരണം ഞാൻ ഡൽഹിയിൽ അങ്ങനെ ആരംഭിച്ചതാണ്. പിന്നെ അതോടുകൂടെ നമ്മൾ തെറി കേട്ട് പിന്നെ അത് മാറി. പിന്നെ ഞാനൊരു ഈഫൽ ടവറിന്റെ ഒരു സാധനം കേട്ടിട്ട് നല്ല അടിപൊളി ഒരു പുള്ളിക്കാരൻ താടിയൊക്കെ വെച്ച് ഒരു ഇന്ത്യൻ ഫ്രഞ്ചുകാരനായിട്ടാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഉൾപ്പെടുത്തണം, എനിക്കൊരു കിടക്കാൻ സ്ഥലം തന്നെ ഇങ്ങനെയുള്ള പരിപാടികളിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുപോയി ഒരു സ്കൂട്ടറിന്, ബജാജ് സ്കൂട്ടറിന് ഞാൻ ഓർമ്മയുണ്ട്, തണുപ്പത്ത് ഡിസംബർ മാസത്തിൽ ഞാനിങ്ങനെ അവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര കളികളും ഡ്രില്ലൊക്കെ നടക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ച അവസരത്തിൽ എൻ്റെ സംഘാടകരായ ആളുകളോട് ഞാൻ ചോദിച്ചു, അവരെന്നോട് ചോദിച്ചു ആർ യു ഇംപ്രസ്ഡ് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെറുപ്പക്കാരാണ്, വളരെ നല്ലതാണ്, പക്ഷെ എനിക്ക് അത്ര വലിയ ഇംപ്രഷൻ തോന്നിയില്ല. എന്തുകൊണ്ടാണ് ഈ കളിക്കുന്നത്, കബഡി കളി, ഇതൊക്കെ നിങ്ങൾ കേരളത്തിൽ കളിക്കണം കബഡി കളി. ഞാൻ നോക്കിയപ്പോൾ പ്രധാനപ്പെട്ട ഒരു കളി ഇങ്ങനെ 2 കളം തിരഞ്ഞ് നമ്മൾ ചെറുപ്പം മുതലേ കളിക്കുന്നതാണ്. ഒരു സൈഡിൽ 2-3-4 പേര്, ഇങ്ങനെ സൈഡിൽ കുറേ പേര് ട്രൗസർ ഇട്ടിട്ട് അവനെ പിടിക്കണോ, കാലുവാരി എന്നുള്ളതാണല്ലോ നമ്മൾ മലയാളി ആദ്യം മുതലേ പഠിക്കുന്നത്. അത് ഇങ്ങനെ പഠിച്ച് നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഇത്ര സയന്റിഫിക് ആയിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അയാളോട് ഇത്രയൊന്നും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നോ നോ യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് എനിത്തിങ്. ഞാൻ പറഞ്ഞു ഇവരുടെ ഒരാൾ പോലെ അഭിനയിക്കരുത്, തനി പൊട്ടനായിട്ട് നടക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, യു നോ in one column you might have seen only 3 people and you notice बहुत अच्छा ഭയങ്കര തടിവാണന്മാരും സ്റ്റൗട്ടായിട്ടുള്ള അഡ്വൈസറും കാണിച്ചത് എന്ന് പറഞ്ഞ ആളുടെ ഒരു ഡബിള് ഉള്ള ടീം മാധവൻകുട്ടിയും വേണമെങ്കിൽ പിടിക്കാം, ആ ടൈപ്പ് സാധനം. പിന്നെ അവിടെയുള്ളത് ഞാൻ ജസ്റ്റിസൊക്കെ പോലെ ഊച്ചാളികൾ പറയുന്ന കുഞ്ഞ്, ഞാനൊക്കെ ജസ്റ്റിസിന് ഊച്ചാളിക്കൊന്നും പറയരുതല്ല, അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഞാൻ പറയുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നത് കൊണ്ട് എന്നെ ഒരുപാട് പേര് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എടി അത് മാത്രം പിടിച്ച്, പക്ഷെ ഞങ്ങൾ തമ്മിൽ വളരെ സുഹൃത്തുക്കളാണ്. ഞാൻ അന്ന് ഒരു ഉച്ചാളി പോലെയായിരുന്നു, ജസ്റ്റിസിന്റെ പോലെയായിരുന്നു, വളരെ മെലിഞ്ഞ്. അപ്പൊ ഞാൻ ഇങ്ങനെ കളിയായപ്പോൾ അവർക്ക് ഒരു വിഷമം. നോ, those 3 persons they represent the 3 communities in India: communist, Christians, Muslims. അപ്പൊ അപ്പുറത്ത് ഈ ഞരണം കെട്ട പിള്ളേരെ ട്രൗസർ ഇട്ടിട്ട് കുറേ എണ്ണം പോലത്തെ അടപ്പ് ചെറിയ സാധനങ്ങളാണ് അങ്ങേ സൈഡ്, ഒരു 10-20 ഉണ്ട്. ഞാൻ പറഞ്ഞു അവർക്ക് ഒരു അതാണ് ഇതിന്റെ കാര്യം. ഈ കളിയിലൂടെ ഒരു കാര്യം നിങ്ങളോട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾക്ക് ഇന്ത്യയുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വയ്ക്കുന്ന 3 വിദേശ ശക്തികളാണ് കമ്മ്യൂണിസ്റ്റുകാരെ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ. ഇവര് ശക്തരാണ്. അവരെ നമ്മൾ ഇവിടെ ഇങ്ങനെ 100 സംഘടനകളായിട്ട് പിരിഞ്ഞു കിടക്കുകയാണ്. ഇതൊരു വാസ്തവല്ലേ? നമ്മളെ ഒന്നിപ്പിക്കണം. നമ്മൾ ഒരുമിച്ച് പിടിച്ചാൽ ഇവനെ നമുക്ക് തോൽപ്പിക്കാം. അതുകൊണ്ട് ഇവരോട് വന്ന് ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പിടിച്ചു നോക്കി. നിങ്ങൾ അവർ വരുമ്പോൾ, ഒരാൾ വരുമ്പോൾ അങ്ങോട്ട് നിന്ന് ചിന്ന ഭിന്നമാകുന്നു, അത് പാടില്ല. ഒറ്റ വലയത്തിൽ വരെ പിടിക്കണം. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ ശാഖകളിൽ നടക്കുന്ന കളികൾ വെറും കളികളല്ല, യഥാർത്ഥ കളികളാണ്. നമ്മൾ നോക്കുമ്പോൾ രാവിലെ 6 മണിക്ക് ഉച്ചകഴിഞ്ഞ് ഈവനിക്ക് അവിടെ മണപ്പുറത്ത് ഞാൻ ഇടയ്ക്ക് പോയി വായിക്കാൻ അപ്പുറത്ത് ഇരിക്കാറുണ്ട്. ആരുടെ ചോട്ടിൽ ഇന്നലെ പോയി കുറെ നേരം അവിടെ ഇരുന്നു. അപ്പൊ നമ്മളിങ്ങനെ കാണാം, അവിടെ ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ വന്ന്, ഇന്നലെ ഞാൻ കണ്ടില്ല കേട്ടോ, ഏത് സ്ഥലങ്ങളിൽ ഇങ്ങനെ പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണാം. വളരെ നടുക്കിലൊരു ചെറിയൊരു ഭഗവത് ധ്വജ് ഉണ്ടാവും, കാവിക്കൊടി ഉണ്ടാവും.
പിന്നെ ആ സമയത്തിന് ഒരു ആളൊരു ട്രോസർ ഇട്ടിട്ട് അത് മുഖ്യ ശിക്ഷകൻ എന്നാണ് അവർ പറയുന്നത്, വലിയ പേരാണ് അദ്ദേഹം പോലും. അപ്പൊ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ നിൽക്കും. പലതരത്തിലുള്ള ശാഖകളുണ്ട്, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കുറച്ച് ശിക്ഷണങ്ങളൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ ഡ്രില്ലാണ്. ആദ്യം പതാകയെ ഭഗവത്ഗീതനെ ആദ്യം വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇവര് ഇച്ചിരി ഡ്രില്ല് കടന്നു. പിന്നെ നമ്മുടെ ദേശീയ ഗാനം പാടും. ദേശീയ ഗാനം നമ്മുടെ അല്ല, RSSന്റെ ദേശീയ ഗാനം പാടുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇൻസ്ട്രക്ഷൻസ് ക്ലാസ്സുകൾ, ഇങ്ങനെയൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം അതിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല കുഞ്ഞു മനസ്സുകളിലേക്ക് ചെല്ലുന്ന ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് നമ്മളെ ആക്രമിക്കാൻ 3 വലിയ ശക്തികൾ വന്നിരിക്കുന്നു. അവർ വളരെ വളരെ ശക്തരാണ്, നമ്മൾ ബലഹീനരാണ്. ഞാൻ RSSകാരോട് വളരെ എനിക്ക് അനുതാപം തോന്നാൻ കാരണം ഹിന്ദു സമുദായം വിഭജിക്കപ്പെട്ട് തന്നെയാണ് കരുതുന്നത്. അവരെ ഒരുമിപ്പിക്കുന്ന സംഘടനകൾ വേണം. ഞാൻ പക്ഷക്കാരനാണ്. കാരണം ഒരു നല്ല സംഘടന ഗാന്ധിജി തലപ്പത്തുണ്ടായിരുന്നപ്പോൾ ബാക്കി ഞങ്ങളെല്ലാവരും ഭദ്രമായിരുന്നു. ചില സമൂഹങ്ങളുടെയും മതങ്ങളുടെയും പ്രശ്നം ആരും തലപ്പത്ത് നിയന്ത്രിക്കാൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ ഹൈന്ദവ ഭാരതീയമായ തത്വദീക്ഷയിലെ അടിസ്ഥാനമിട്ട നല്ലൊരു ഹൈന്ദവ പ്രസ്ഥാനം ഉണ്ടാകണമെന്നാണ് എന്റെയൊക്കെ ആഗ്രഹം. ഞാനിപ്പോ ഔസേപ്പുണ്ണിക്കും റോസിക്കും ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു ആർക്കാണ് കൃഷ്ണനും നാരായണൻകുട്ടി, രണ്ടും കൂടി പറ്റില്ല, അത് ഒരെണ്ണം പെണ്ണാവുണ്ട്. സീതയ്ക്കും കൂടി സീതയോ ഒത്തിരി കടന്നുപോയി. അപ്പോ എന്റെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലെ തീർച്ചയായിട്ടും ഒരു RSS ഉണ്ടായാലും എനിക്ക് തോന്നുന്നു, എന്റെ തീഷ്ണത കൊണ്ട്. അല്ലെങ്കിൽ ഞാനൊരു അരിക്കും, അരിന്നൊരു പേര് അങ്ങയുടെ മോനാകാനുള്ള യാതൊരു യോഗ്യതയില്ല, പക്ഷെ അരിക്കും, അരിയാണോ ഇതല്ലേ അരി ഓക്കെ അരിക്കും. പിന്നെ സുബൈക്കൊക്കെ ഉണ്ടായെങ്കിൽ ഞാനും ഒരു പച്ച സാധനമൊക്കെ കെട്ടി തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി ഞാൻ ഏതെങ്കിലും അവിടെ വാങ്ങൊളിച്ച് ഞാൻ ഇതൊക്കെ ജനിക്കുമ്പോൾ നമ്മളിങ്ങനെ വന്നുപെട്ടു എന്നുള്ളതാണ്. അത് വേണം. ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ച് ജീവിക്കാതെ മറ്റു മതങ്ങളെ കണ്ടെത്താൻ പറ്റും, എന്നെ തന്നെ കണ്ടെത്താൻ പറ്റും, ഈശ്വരനെ കണ്ടെത്താൻ പറ്റും. ഞാൻ ഈ മതങ്ങളെ ഒന്നും നിരസിക്കുന്ന ആളല്ല, ഉൾപ്പെട്ടിട്ട് ഞാൻ അതിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഏത് മതത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു, ഏത് ആശയധാരയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴും, ഏത് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ ശാസ്ത്രീയമായിട്ടും നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് ഇതര ബഹുസ്വരമായ വിവിധ ആശയ പദ്ധതികളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതായിരിക്കും. അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞു, ആരെ സൂചിപ്പിച്ചു, അല്ലാതെയുള്ള ഒരു സംഘടനകളും ചിരഞ്ജനമായിട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക. അതുകൊണ്ട് എനിക്ക് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്യം അവരിൽ ഇടയിൽ നിലനിർത്തുന്ന യഥാർത്ഥ ഹൈന്ദവത്വത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന ഈ ഭാരതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് ലോകോത്തരമായ നമ്മുടെ ശ്രദ്ധ. പക്ഷേ ഞാൻ ഈ ഇതൊക്കെ വായിക്കുമ്പോൾ ഗോൽവാൽക്കറിന്റെ പുസ്തകങ്ങൾ മാത്രമല്ല, ഖഡ്ഗമാറിന്റെ അദ്ദേഹം എഴുതിയിട്ടില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ബി ഓർ നാഷൻ ഗുഡ് ഡിഫായിട്ട് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ BD സവർക്കറിന്റെ ഹു ഈസ് എ ഹിന്ദുത്വ എന്ന് പറയുന്ന ഗ്രന്ഥം വായിക്കുമ്പോഴൊക്കെ ഇവരെല്ലാം ആരംഭിക്കുന്നത് വളരെ നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് പലരും. പക്ഷെ ഭാരതത്തിന്റെ ആദ്യത്തെ, എന്നോട് സമയം പറയണ്ട, 5 മിനിറ്റ് മുമ്പ് പറയണം, കാരണം അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഈ RSS പിറന്നത് എവിടെയാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഹൈന്ദവ മതത്തിന്റെ ഹിന്ദു ജനതയുടെ സംസ്കാരത്തിന്റെ ഏറ്റവും മൗലികമെന്ന് ഞാൻ കരുതുന്ന സാർവത്രികതയും വൈവിധ്യതയും ബഹുസ്വരതയും ഏറ്റവും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സൈഡിലൂടെ, അതിനു മുമ്പ് ഒരു ബ്രഹ്മസമാജം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഞാൻ അതിന്റെയൊക്കെ എല്ലാം എഴുതിക്കൊണ്ടു പോകുന്നുണ്ട്, അതെല്ലാം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ബ്രഹ്മസമാജമൊക്കെ ഇതുപോലെ ഇടുങ്ങിയ ചിന്താഗതിയിലല്ല വളർന്നു വന്നു ബ്രഹ്മസമാജം. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെ 2 വിഭാഗം ഉണ്ടായിരുന്നു. ഹിന്ദുത്വവാദികളുണ്ടായിരുന്നു, ലോകമാന്യ തിലകിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു ടീം ഉണ്ടായിരുന്നു. മറുവശത്ത് ഗാന്ധി നേതൃത്വം കൊടുത്ത ഒരു ടീം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രീരാമകൃഷ്ണ മിഷൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ എന്നോട് ആരോ സംസാരിച്ചു, സ്വാമി വിവേകാനന്ദ അല്ല, ഡോക്ടർ സൂസനാണ് പ്രൊഫസർ എന്നോട് പറയണം, നമ്മുടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ചൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് യേശു ആരാണെന്നൊക്കെ മനസ്സിലായതെന്ന് അവർ പറയുന്നത്. ഇന്നും സ്വാമി വിവേകാനന്ദൻ ആ
ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ആത്മീയത പിൻപറ്റി വളർന്ന ആളുകളാണല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള ഒരു സദനമാണല്ലോ ഇന്ന് ഇങ്ങനെ ഒരു വേദിക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹൈന്ദവ ആത്മീയതയുടെ ഒരു ധാരയുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാവർക്കും ഒരുമിച്ച് വസിക്കാവുന്ന, എല്ലാവർക്കും പരസ്പരം താങ്ങാകാവുന്ന, ശക്തിപ്പെടുത്താവുന്ന, ഒരുമിച്ച് വലിയ കാര്യങ്ങൾ നേടാവുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു ഭാരതീയത ഇവിടെ ഉണ്ട്. ആ ഭാരതീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളാണ് ആര്യ സമാജ് രൂപപ്പെട്ടത്. ആര്യ സമാജ് രൂപപ്പെട്ടു. അതിനുശേഷം അതേ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആയിരുന്നു. ഹിന്ദു മഹാസഭ രൂപപ്പെട്ടു. അതിലാണ് വി ഡി സവർക്കർ വന്നതെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ഹിന്ദുത്വ നാഷണൽ കോൺഗ്രസിൽ തന്നെ കുറച്ച് ഹിന്ദുത്വവാദികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഏതാണ്ട് ഇവരുടെ ഒരു ഓരം പറ്റിയാണ് RSS വളർന്നത്. RSS ഭയത്തിൽ നിന്ന് ജനിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുകൊണ്ടുമല്ല. ഞാൻ അവരുടെ ആദ്യത്തെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവർ ഈ ലോകത്ത് സംലഭ്യമായിട്ടുള്ള എല്ലാ ഐഡിയോളജിയും അവർ പഠിക്കുന്നുണ്ട്. എല്ലാ ഐഡിയോളജിയും അവർ വിലയിരുത്തുന്നുണ്ട്. ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, സെക്യുലറിസം, ഹ്യൂമനിസം, അതുപോലെ ദീനദയാൽ ഉപാധ്യായയുടെ ഇന്റഗ്രൽ ഹ്യൂമനിസം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ആശയ പദ്ധതികളെ കുറിച്ചും അവർ പഠിക്കുന്നുണ്ട്. പഠിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. പക്ഷെ പഠിക്കുന്ന വീക്ഷണത്തിന്റെ കണ്ണട മാത്രമാണ് നമ്മുടെ പ്രശ്നം. അവരങ്ങനെ വായിച്ചു വന്ന് അവർ പറയുകയാണ്, ഭാരതത്തെ എന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന വേണം. അത് നാഷണലിസത്തിലേ പറ്റുകയുള്ളൂ. അവിടെയൊക്കെ അവർക്ക് ചില മെസ്സേജുകളുണ്ട് എന്തെങ്കിലും അവിടെ. ഈ നാഷണലിസം നമ്മൾ നന്നായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. യൂറോപ്പിൽ പറയുന്ന അർത്ഥത്തിലല്ല നമ്മൾ നാഷണലിസം എന്നിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാഷണലിസത്തിനെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു വന്നിട്ട് അവർ 5 കാരണങ്ങളാണ് ആ ഹെഡ്ഗവാർ 1925 വിജയദശമിയുടെ നമ്മുടെ ഈ ദിവസങ്ങളിലാണല്ലോ ഇതിന് രൂപം കൊടുത്തപ്പോൾ 5 കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. 1, ഹിന്ദു സമൂഹത്തിൽ അനൈക്യം, അത് ഞാൻ സമ്മതിച്ചു. 2, ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇവിടെ ഒരു ആധുനിക ജനത, വളരെ സെക്കുലർ ആശയങ്ങളിലുള്ള ഒരു യുവ ഹിന്ദു ജനത ഭാരതത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടാണ് ഹെഡ്ഗവാർ കണ്ടത്. അതുപോലെ കോൺഗ്രസിന്റെ മുസ്ലിം അനുഭാവപരമായ ഒരു നീക്കം. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ ഗാന്ധിയോട് ഏതാണ്ട് സൂചിപ്പിച്ചായിരുന്നു, നിങ്ങൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങളെല്ലാം ഇത് വായിക്കുന്നവരാണ്. അവിടെയൊക്കെ ആദ്യം ഗാന്ധി അതിന് മുന്നിൽ സപ്പോർട്ട് ചെയ്ത് നിന്നതാണ്. അത് ഈ ഹെഡ്ഗവാറിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കിയ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം, പിന്നെ ക്രിസ്ത്യാനികളെ പോലെയുള്ള മത പരിവർത്തനം നടത്തുന്ന വിദേശ ശക്തികളുടെ സാന്നിധ്യം, ഇങ്ങനെയുള്ള കുറെ കാരണങ്ങളാണ് വാസ്തവത്തിൽ ഈ RSSനെ ജന്മം കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ. അതുപോലെ ഗാന്ധിജിയുടെ അക്രമരാഹിത്യ നയങ്ങൾ, അവർക്ക് തോന്നി ഗാന്ധിജി വാസ്തവത്തിൽ അവരുടെ വീക്ഷണത്തിൽ ഒരു ഹിന്ദു മതത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല. ഗാന്ധിജി മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഇവിടെ മുന്നോട്ട് പോകാൻ അന്ന് സാധ്യതയുള്ളൂ. കാരണം അന്ന് ക്രിസ്ത്യാനികൾ വളരെ മിനിമം. പിന്നെ പാകിസ്ഥാൻ വന്നതുകൊണ്ട് കുറെ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയതുകൊണ്ടാണല്ലോ ഇവിടെ ഈ ജനസംഖ്യയിൽ വ്യത്യാസമൊക്കെ വന്നത്. അപ്പോൾ ഭാരതം മുസ്ലിങ്ങൾക്കും മറ്റു മത ന്യൂനപക്ഷ സ്ഥാനങ്ങൾക്കും ഒരു പ്രാധാന്യമുള്ള നാടായിട്ട് മാറും. അതിനൊരു ഹിന്ദു സമുദായത്തിൻ്റെതായ ഹിന്ദുത്വത്തെ വളർത്തുന്ന, ഹിന്ദുക്കളുടെ താല്പര്യം മാത്രം നോക്കുന്ന ഒരു സംഘടന രൂപപ്പെടണമെന്ന് ആഗ്രഹിച്ചു. ഇദ്ദേഹം വളർന്നതും പിന്നീട് സംഘടനയെ വളർത്തുകയും ഈ ഭയത്തിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ബ്രഹ്മസമാജമോ ശ്രീരാമകൃഷ്ണ പരമഹംസനോ അവർ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനവും ഭയത്തിൽ നിന്ന് രൂപപ്പെട്ടതല്ല. നമ്മൾ ഭയത്തിൽ നിന്ന് രൂപപ്പെട്ടാൽ ഭയം മാത്രമേ നമുക്ക് വിതയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബാക്കിയുള്ള പ്രഭാഷകർ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. പിന്നീട് ഭയം വിതയ്ക്കുന്ന ഒരു പരിശീലനം തന്നെയാണ് ഈ സംഘപരിവാർ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിക്കോ, നമ്മുടെ പഠന ക്രമങ്ങളിലെല്ലാം വരുത്തിയ മാറ്റങ്ങളും അല്ലെങ്കിൽ RSS ശാഖകളിലും അവരുടെ പ്രസ്ഥാനങ്ങളിലും ഏറ്റവും വീരപുരുഷന്മാരെ ആരെയാണ് അവരെ അവതരിപ്പിക്കുന്നത്? അത് മുസ്ലിം രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് പടപൊരുതിയ സൈനിക തലവന്മാരാണ്. ശിവജി, മഹാറാണ പ്രതാപ്, അങ്ങനെ തുടങ്ങിയ ആളുകളാണ്. നമ്മുടെ പി പരമേശ്വരജിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മരിച്ചുപോയിട്ട് കുറച്ച് നാളുകളായി. ഇന്ത്യയിലെ തന്നെ ദീനദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഒരു വ്യക്തിയായിരുന്നു.
പിന്നീട് നമ്മുടെ തിരുവനന്തപുരത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഞാൻ അദ്ദേഹത്തോട് പോയി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ ഞാൻ തുറന്നറിയാം, ഞാൻ അച്ഛനാണെന്നും കാര്യങ്ങളൊക്കെ വളരെ തുറന്ന സംവാദത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഹിന്ദുമതം എന്ന് പറയുന്നത്, ആ ഹിന്ദുമതത്തിലെ അഹിംസയുണ്ട്, ഭക്തിയുണ്ട്, ത്യാഗമുണ്ട്, ശരിയാണ്. പക്ഷെ അത് ഹിന്ദുമതത്തിന്റെ സത്തയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ധർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി രാജഭരണം ഉപേക്ഷിച്ച ശ്രീരാമനെ മാത്രം വന്ദിക്കുന്നവരല്ല ഹിന്ദുക്കൾ. പിന്നെയോ അധർമ്മത്തിന്റെ ശക്തിയായ രാവണനെ, അസുരനെ വകവരുത്തിയതിനു ശേഷം സീതയെ മോചിപ്പിച്ച് വീണ്ടും രാജഭരണം പിടിച്ച ഒരു ശ്രീരാമനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇവിടെയാണ് സാധാരണ ഹിന്ദുമതവും നമ്മൾ ഇന്ന് നമ്മെ ഭയപ്പെടുത്തുകയും നമ്മൾ ഭയപ്പെടുകയും ചെയ്യുന്ന ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസം സംഭവിക്കുന്നു. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉള്ളതല്ല അഹിംസ, ഭക്തി, ത്യാഗം. പിന്നെയോ അടിസ്ഥാനമായിട്ടുള്ളത് ഈ ശൂരവീര പരാക്രമമാണ്, അക്രമമാണ് എന്ന് പിടിച്ചടക്കലാണ്. ഈ ഒരു ചിന്തയാണ് പിന്നീടുള്ള നമ്മുടെ ഏത് ഗ്രന്ഥങ്ങളും അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിച്ചു. റാത്രി സീതാംബരയുടെ ഒക്കെ 90കളിലൊക്കെ നടന്ന ഇലക്ഷനിലേക്ക് അവൾ പറഞ്ഞിരുന്ന ഉമാഭാരതിയുടെ ഒക്കെ പ്രസംഗങ്ങൾ നിങ്ങൾ വായിച്ചു. വളരെ മനോഹരമായിട്ട് കളർ ഓഫ് വയലൻസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് മനോഹരമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്, സോഷ്യോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും. അത് വായിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ദ്വന്ദ്മായി രണ്ട് വശത്ത് നിർത്തി പോരടിപ്പിക്കുന്ന രീതിയുള്ള വായന. എന്തൊക്കെയാണ് പറയുന്നത്? നമ്മൾ സൂര്യനെ അതിരാവിലെ വന്ദിക്കുമ്പോൾ അവർ ചന്ദ്രനെ വന്ദിക്കുന്നു. നമ്മൾ മുണ്ട് എവിടേക്ക് എടുക്കാറ്? ഞാനത് എടുക്കുന്നത് സാറ് റൈറ്റിലേക്ക് എടുക്കുമ്പോൾ, നമ്മൾ വലത്തേക്ക് എടുക്കുമ്പോൾ അവർ ഇടത്തേക്ക് എടുക്കുന്നു. നമ്മൾ പശുവിനെ ആരാധിക്കുമ്പോൾ അവർ പശുവിനെ കൊല്ലുന്നു. ഇതെല്ലാം പറയുമ്പോണ്ടല്ലോ ജനം ആർത്തിരമ്പുകയാണ്, ആയിരക്കണക്കിന് ആളുകൾ. എന്നാൽ നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനും എതിരാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വായിലൂടെ ഭക്ഷിക്കുകയും വിസർജ്യം, ഇവിടെ ഞാൻ പറയുന്നില്ല സ്ഥലം, അത്ര മോശം സ്ഥലമൊന്നുമല്ല, അതില്ലെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റും, അതിലൂടെ വിടുകയും ചെയ്യുന്നതിനും വിരുദ്ധമായിട്ടല്ലേ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അവള് പ്രസംഗിക്കുന്നത്. അപ്പൊ ജനം ഭയങ്കരമായിട്ട് പോവുകയാണ്. എന്നാൽ നമ്മൾ ഇതിന് പകരം ചോദിക്കേണ്ടത് ഇവിടെയല്ല, വോട്ട് വെട്ടിയില്ല, വോട്ടാക്കി മാറ്റുന്ന മാസ്മരിക ശക്തി ഉമാഭാരതിയുടെയും സാത്വിക പീതാംബരയുടെ ഒക്കെ നമ്മള് ശശികാല ടീച്ചറൊന്നും അവിടെ ഒന്നുമല്ല. അത് ഈ ഇവിടെ ഇങ്ങനെ കിടന്ന് ചാടുന്നു മാത്രം. അപ്പോൾ ഹിന്ദുക്കളുടെ, അദ്ദേഹം തന്നെ സാത്വിക പീതാംബര പറഞ്ഞിരുന്ന ഹിന്ദുക്കളുടെ ഒരു കയ്യിൽ ഗീതയും ഒരു കയ്യിൽ ആയുധവുമായിരിക്കണം. ഈ ഒരു ഹിന്ദുത്വത്തെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. ഈ കരിനിയമങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ അടുക്കളയിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിനെ നേരിടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ഞാനിന്ന് വിചാരിക്കുന്നത് രാഷ്ട്രീയക്കാർക്കൊക്കെ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ. നമ്മുടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതപ്രസ്ഥാനങ്ങളും മോദിയുടെ മുന്നിൽ നമിച്ചു നിൽക്കുക, ഞാൻ ഉൾപ്പെടുന്ന ആളുകളുടെ. നമ്മളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പറഞ്ഞ അടി കൊണ്ട് നാരായണ കല്ല് തോണ്ടുക എന്ന് പറഞ്ഞു. പക്ഷെ അതാണ് യേശുവിനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കത് നല്ലൊരു തെളിവാണ്. നമ്മൾ ഇവരൊക്കെ ആക്രമിക്കുമ്പോൾ നമ്മൾ നേരായ പാതയിലാണ് പോകുന്നത്. നിങ്ങളൊക്കെ ഗാന്ധിയന്മാരൊക്കെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത് കുറെ പേര്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ആൾക്കാരെ ആക്രമിക്കണമെങ്കിൽ സന്തോഷിക്കണം, നമ്മൾ നേരായ പാതയിലാണ്. ഇനിയിപ്പോ ഈ പ്രായത്തിലൊക്കെ എങ്ങനെയും വയസ്സായ ഒരു രക്തസാക്ഷിയൊക്കെയായിട്ട് മരിക്കുവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ ഒരു കൊടിയെങ്കിലും കുത്തും, ഒരു ചുവന്ന സാധനമൊക്കെ വയ്ക്കും, ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഒഫീസ് ചെല്ലും വളരെ മനോഹരമായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആദരവെങ്കിലും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് വേണ്ടത് പൗരസമിതികളാണ്, സിവിൽ സൊസൈറ്റീസ് ആണ്. ഭാരതത്തിന്റെ ഫെഡറലിസവും അല്ലെങ്കിൽ ജനാധിപത്യവും ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഇതൊന്നും നിലനിൽക്കാത്തതിന്റെ കാരണം ഇവിടെ ഇന്ന് ജനത എന്ന് പറയുന്ന പീപ്പിൾ എന്ന് പറയുന്ന പീപ്പിൾസ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ പീപ്പിൾ എന്ന് പറയുന്ന ആ കാര്യം ഇല്ലാതായിരിക്കുന്നു. യഥാർത്ഥത്തിൽ പൗരബോധമുള്ള, മതങ്ങൾക്ക് അതീതമായിട്ട്, ജാതികൾക്ക് അതീതമായിട്ട് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന, ഞാനൊക്കെ ദൈവം മനുഷ്യനായെങ്കിൽ മനുഷ്യനായാൽ നമ്മൾ ദൈവമായി എന്ന് വിചാരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള സംഹിതകളിൽ വിശ്വസിക്കുന്ന സാധാരണ പച്ച മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന കുഞ്ഞു കുഞ്ഞു വേദികൾ,
ഇവിടെ എറണാകുളത്ത് ഒന്നല്ല അതിലധികം വേണം. അതുപോലെ ഓരോ സ്ഥലത്തും നമ്മൾ ആയിരിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്നവർ നടത്തി നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ വർഗീയതയുടെ വിഷവുമായിട്ട് ആളുകൾ പ്രസംഗം തുടങ്ങുമ്പോൾ വായടപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും. ജനമിളകാതെ ഇതൊന്നും പരിഹരിക്കപ്പെടുമെന്ന് ഞാനൊരു വിപ്ലവത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോട്ടെ. പക്ഷേ ഞാൻ പറയുന്ന വിപ്ലവം ആയുധം കൊണ്ടല്ല, ഗാന്ധിജിയുടെ പാതയിൽ മുന്നോട്ട് പോകുന്ന, നെൽസൺ മണ്ടേലയെ മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള ഒരു വിപ്ലവം ഇല്ലാതെ ഇങ്ങനെയുള്ള അടുക്കളയിലെ ഈ കശാപ്പുകൾ നിലനിർത്താൻ നമുക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പൊട്ടനെ പോലെ എങ്ങനെയിരുന്നു